നെവിനും അനുമോളും ഒന്നും രണ്ടും പറഞ്ഞു തുടങ്ങിയതാ. പറഞ്ഞ് അവർ വീട്ടുകാരെ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പൊതുവെ അനുമോളെ കാണുമ്പോൾ നെവിൻ കുറച്ച് പ്രൊവോക്ക് ചെയ്യുന്ന ശീലമുള്ള ഒരു വ്യക്തിയാണല്ലോ. അതുതന്നെയായിരുന്നു നെവിൻ ഇന്നും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കാലത്ത് നെവിൻ ബിന്നിയുടെ ഷോക്സ് ഇട്ട് നടക്കുന്നത് കണ്ടപ്പോൾ സ്ത്രീകളുടെ ഷോക്സ് ഇട്ട് നടക്കുന്നത് കണ്ടില്ലേ അവൻ എന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ അനുമോൾ നന്നായി കളിയാക്കിയിട്ടുണ്ട്. നെവിനും വിട്ടുകൊടുക്കാതെ നന്നായി തന്നെ അനുമോളെയും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീക്ക്ലി ടാസ്ക് കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുമ്പോൾ വീണ്ടും ആ ടോപ്പിക്ക് പുറത്തോട്ട് വന്നു. ആ സമയം നെവിൻ പിന്നെ ഒന്നും നോക്കിയില്ല. നീ ഈ നൂറ്റാണ്ടിലും ആണ് പെണ്ണ് എന്നുള്ള തരത്തിലുള്ള സെക്സ് കാർഡ് ഒന്നും എടുക്കല്ലേ അനുമോളെ എന്നായിരുന്നു നെവിൻ പറഞ്ഞിരുന്നത്. ഇത് പറയുമ്പോൾ നെവിന്റെ തലയിൽ ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഇപ്പോഴും കണ്ടില്ലേ പെണ്ണുങ്ങൾ വെക്കുന്ന ഹെയർ ബാൻഡും വെച്ച് നടക്കുകയാണെന്ന്. അപ്പോൾ നെവിൻ അനുമോളോട് നീ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയായി നടക്കല്ലേ എന്നുള്ള തരത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഇനി നീ എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടുകാരെ പറയുമെന്ന്. അതിന് ലാലേട്ടൻ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല, ഞാൻ നിന്റെ വീട്ടുകാരെ വിളിക്കുമെന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. ആ സമയം നെവിൻ അനുമോളെ വീണ്ടും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചു. ഒന്നും നോക്കിയില്ല അനുമോൾ തിരിച്ചു പറഞ്ഞു, അത് നീ നിന്റെ അമ്മുമ്മയെ പോയി വിളിക്കുക എന്ന്. പിന്നെയും അതുതന്നെ പറഞ്ഞു നിന്നപ്പോൾ ഹൗസ്മേറ്റ്സ് എല്ലാവരും അനുവിന് നേരെ തിരിഞ്ഞു. വീട്ടുകാരെ പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്കെതിരെ നിൽക്കുകയായിരുന്നു. അപ്പോഴും അനുമോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഇനിയും അവൻ വിളിച്ചാൽ ഞാൻ അവനെ അതുപോലെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവൻ്റെ അച്ഛനെയോ അമ്മയെയോ അല്ലല്ലോ വിളിക്കുന്നത്, അമ്മുമ്മയെയല്ലേ വിളിക്കുന്നതെന്ന്. അപ്പോൾ മറ്റുള്ള ഹൗസ്മേറ്റ്സ് ചോദിച്ചു, അപ്പോൾ അമ്മുമ്മ വീട്ടിലുള്ള ഒരു വ്യക്തിയല്ലേ എന്ന്. അപ്പോഴായിരുന്നു നെവിൻ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. നെവിൻ ആ സമയം പറഞ്ഞു, ഇവിടെ അനുമോൾക്ക് വല്ലാത്ത പ്രിവിലേജ് തന്നെയാണ്. അവൾ ഇവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആർക്കും ഒരു കുഴപ്പമില്ല. അവൾ ഈ വീട്ടിൽ 100 ദിവസം നിൽക്കുമെന്ന് അവൾക്ക് നന്നായി അറിയാം. അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ഒരു ദിവസം ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്നത് 65,000 രൂപയാണ്. ബിഗ് ബോസ് അത്രയെല്ലാം പേയ്മെന്റ് തന്ന് എന്നെ ഇവിടെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായും അവർ 100 ദിവസം എന്നെ നിർത്തും. അതിന് നെഗറ്റീവ്സ് പുറത്തു പോയാലും എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ഈ 100 ദിവസത്തിനിടയിൽ ഒരിക്കലെങ്കിലും എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണാനുള്ള അനുവാദം കിട്ടിയാൽ മാത്രം മതി. തീർച്ചയായും ബിഗ് ബോസ് എന്നെ ഇവിടെ 100 ദിവസം നിർത്തുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിന് എനിക്ക് നെഗറ്റീവാണ് പുറത്തു വരുന്നതെങ്കിലും എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. നെഗറ്റീവ് പറയുന്നവരെയെല്ലാം എൻ്റെ PR നോക്കിക്കോളും. ഞാനിവിടെ ഗെയിമൊന്നും കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഗെയിം കളിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഒരു എഫേർട്ടുമില്ലെങ്കിലും ഞാനിവിടെ 100 ദിവസം പിടിച്ചു നിൽക്കും. പുറത്ത് നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് തന്നെയാണ്. കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഷോയ്ക്ക് കൂടുതൽ റേറ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്നെ അവർ അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് ഒഴിവാക്കില്ല. പ്രത്യേകിച്ച് ഗെയിമുകളോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ഞാനിവിടെ നിലനിന്ന് പോകുമെന്നായിരുന്നു അനുമോൾ നെവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെവിൻ ഇതെല്ലാം വിളിച്ചു പറയുമ്പോൾ ഹൗസ്മേറ്റ്സ് അത് വീണ്ടും വെരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ ശരിക്കും പറഞ്ഞോ, അതോ നീ ഇപ്പോൾ പ്രവോക്ക് ആയതുകൊണ്ട് ഇല്ലാത്തത് പറയുകയാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെവിൻ പറഞ്ഞു, ഞാൻ അവളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് മാത്രമാണ് പ്രവോക്ക് ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുവാൻ എനിക്കെന്താണ് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അനുവിനോട് ചോദിച്ചപ്പോൾ അനു അത് നിഷേധിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഈ നോമിനേഷനിൽ ആരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് എടുത്തു തന്നില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനുമോളും കണക്ക് പറയുവാൻ തുടങ്ങി. ആ സമയം നെവിൻ പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യം തന്നെയാണ്. ഞാൻ ഡ്രസ്സിംഗ് റൂമിലൊക്കെ പോയി മൈക്കൊന്നും മാറ്റിയിട്ടല്ല. ഈ ലിവിംഗ് ഏരിയയിൽ ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ നടുവിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്താ, അത് എൻ്റെ ഗെയിമാണ്. കാരണം എനിക്ക് ഇവിടെ നന്നായി കളിക്കുന്നവരെ ഔട്ടാക്കുക എന്നതാണ് എൻ്റെ ഗെയിം. നീ ഇവിടെ എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ഏതെങ്കിലും ഒരു ഗെയിം നീ ജയിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നീ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ എന്നെല്ലാമായിരുന്നു അനുമോളോട് തിരിച്ചു ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനൊന്നും അനുമോൾക്ക് വലിയ മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഓരോന്ന് പറയുന്നതിനനുസരിച്ച് തിരിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ നെവിൻ്റെ വീട്ടുകാരെ പറഞ്ഞതിൽ എല്ലാ ഹൗസ്മേറ്റ്സും അനുമോൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ അനുമോൾ അവിടെ നിന്ന് എണീറ്റ് പോവുകയായിരുന്നു. ഈവൻ ആദിലയും നൂറയും പോലും അനുമോളോട് പറഞ്ഞത് നീ പറഞ്ഞത് ശരിയായില്ല എന്നാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ അനുമോളുടെ PRകൾക്ക് ശരിക്കും പൊള്ളും. എന്നാലും നെവിൻ ഇവിടെ വിളിച്ചു പറഞ്ഞതെല്ലാം സത്യമാണോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നാൽ അനുമോൾ അത് കൂടുതൽ വാദിച്ചു ജയിക്കാതെ അനുമോൾ നെവിൻ്റെ കുറ്റങ്ങൾ എടുത്തു പറയുകയായിരുന്നു. ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ റൂളായിരുന്നു അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളത് പബ്ലിക്കായി പറയരുത് എന്ന്. എന്നാൽ ആ റൂള് ബ്രേക്ക് ചെയ്തത് അനുമോളാണെന്ന് ബിഗ് ബോസിനോട് നെവിൻ വിളിച്ചു പറഞ്ഞു. പലപ്പോഴും നെവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിസേലിനേക്കാളും ഇവിടെ പേയ്മെന്റ് കൂടുതൽ എനിക്ക് തന്നെയാണ് എന്നുള്ളത്. ഇത്രയൊക്കെ പേയ്മെന്റ് അവർ എനിക്ക് തരണമെങ്കിൽ എന്തായാലും അത് വെറുതെയാകില്ല എന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് നെവിൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് BBയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.